ഖുർആനിലൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? പടച്ചോനെ ശരിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് ഉൾക്കൊള്ളുന്ന മനുഷ്യരില്ലേ, വെറുതെ പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നതല്ല, പടച്ചോനെ അങ്ങോട്ട് ഉൾക്കൊള്ളുന്ന മനുഷ്യന്മാര് അവർക്ക് രണ്ട് കാര്യങ്ങൾ ഉണ്ടാവില്ല എന്നാ പറഞ്ഞു. എന്താ രണ്ട് കാര്യങ്ങൾ അറിയോ? ഒന്ന്, അവർക്ക് പേടി ഉണ്ടാവില്ല. രണ്ട്, അവർക്ക് സങ്കടങ്ങൾ ഉണ്ടാവില്ല. ഈ പേടിയും സങ്കടവും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയോ? പേടി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്, സങ്കടവും കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചാണ്. ഇതിൽ നിന്നും രണ്ടിൽ നിന്നും മോചിതനാകാൻ കഴിയുന്നൊരു മനുഷ്യൻ അനുഭവിക്കുന്ന സമാധാനം എത്ര വലുതായിരിക്കും. സങ്കടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അയാൾക്കത് ഉണ്ടാവില്ല എന്ന് മാത്രം എന്നല്ല അതിനർത്ഥം. സങ്കടമൊന്നും ഉണ്ടാവില്ല എന്നല്ല, ആ സങ്കടങ്ങളെ അതിജീവിക്കുന്ന തരത്തിൽ അയാളുടെ ഉള്ളിൽ ഒരു ശക്തി പ്രവർത്തിക്കും അല്ലേ. ഇപ്പം ഞാൻ ഒറ്റക്കാണെന്ന് വിചാരിക്കുമ്പോഴല്ലേ എനിക്ക് സങ്കടം വരിക. ഇപ്പൊ ഒരു യാചകനായി നടന്ന ഒരാള്, നമ്മുടെ നാട്ടിൽ യാചകനായി നടന്ന ഒരാള്, അയാളെ ഒരു ദിവസം പോലീസ് പിടിച്ചു. ഇയാൾ ആകെ പേടിച്ച് കരഞ്ഞ് ബേജാറായി. പോലീസ് പറഞ്ഞു, നിന്നെ ശിക്ഷിക്കാനൊന്നും അല്ലടാ. അയാൾ യാചകനായി അലഞ്ഞു നടക്കുകയാണ്. പക്ഷെ പോലീസിന് മനസ്സിലായി ഇയാൾ യാചകനൊന്നും ആകേണ്ട ആളല്ല, ഏതോ ഒരു നാട്ടിലെ കോടീശ്വരനായ ആളുടെ മകനാണ്. ആ കോടീശ്വരൻ ഈ മകനെ തെരഞ്ഞു നടക്കുകയാണ് എത്രയോ കാലമായിട്ട്. വലിയൊരു കോടീശ്വരന്റെ മകനാണ് ഈ യാചകനായി നടക്കുന്ന ആള് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ട് ഇയാളോടത് പറയുന്ന നിമിഷം ഇയാൾക്കുണ്ടാകുന്ന സന്തോഷം എത്ര വലുതായിരിക്കും. അതുവരെ ഇയാൾ യാചകനായിരുന്നു, ഇപ്പോഴോ രാജകുമാരനാണ്. അല്ലേ? അതേപോലെയാണ് നമ്മൾ ഒരു മഹാപ്രഭുവിൻ്റെ, ഒരു വലിയ പ്രഭുവിൻ്റെ, വലിയൊരു കോടീശ്വരൻ്റെ ആളുകളാണ് എന്ന് തിരിച്ചറിയുന്നൊരു നിമിഷമാണ് ഒരു മനുഷ്യൻ ശക്തിപ്പെടുന്ന നിമിഷം. ഒറ്റക്കാണ് എന്ന് തോന്നുന്ന നിമിഷമാണ് നമ്മൾ ദുർബലരാകുന്ന നിമിഷം. പടച്ചോൻ കൂടെണ്ട് എന്നൊരാളുടെ ചിന്ത വെറുതെ ഒരു ചിന്തയല്ല, കോടീശ്വരന്റെ മകനാണ് എന്ന് യാചകൻ തിരിച്ചറിയുന്നത് പോലെ ഒരു നിമിഷമാണ്. അയാൾ ശക്തിപ്പെടുന്ന നിമിഷമാണത്, അയാൾ അഭിമാനിയാകുന്ന നിമിഷമാണത്, അയാളുടെ ഉള്ളിൽ ഒരു അന്തസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങുന്ന നിമിഷം. എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, അയാൾ എന്നോട് പറഞ്ഞൊരു കഥയുണ്ട്. വല്ലാത്തൊരു കഥയാണ് കേട്ടോ. അവൻ്റെ വാപ്പ ഒരു മീൻ കച്ചവടക്കാരനായിരുന്നു. മീൻ കച്ചവടം നടത്തിയിരുന്നത് തലശ്ശേരിയായിരുന്നു. തലശ്ശേരിയിൽ മീൻ ആ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് പിന്നെ കൂത്തുപറമ്പ് വരെ 20-ലേറെ കിലോമീറ്ററിന്റെ സൈക്കിളിലാണ് ഇയാൾ പോവുക മീൻ വിൽക്കാൻ വേണ്ടിയിട്ട്. ആ പോകുന്ന വഴിയിലൊക്കെ മീൻ വിൽക്കുക. ഇങ്ങനെ എത്രയോ വർഷങ്ങൾ ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് കുടുംബം പോറ്റി. അതിനിടയിൽ അദ്ദേഹം സൈക്കിളിൽ നിന്ന് വീണ് പരിക്കായി, പിന്നെ ജോലി ചെയ്യാൻ പറ്റാതായി. അദ്ദേഹത്തിനാണെങ്കിൽ പെൺകുട്ടികളുണ്ട്, 3 ഒക്കെ പെൺമക്കളുണ്ട്, ഒരാൺകുട്ടിയേ ഉള്ളൂ. ഈ ആൺകുട്ടിയില്ലേ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ്, ചെറിയ പ്രായമാണ്. പക്ഷെ ആ സമയത്ത് ഇവൻ്റെ വാപ്പയുടെ ജോലി ഏറ്റെടുക്കുകയാണ്. തലശ്ശേരിയിൽ നിന്ന് മീൻ വാങ്ങിയിട്ട് 25 കിലോമീറ്ററിലേറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യാണ് സൈക്കിളിൽ. ഇവൻ വരുന്നത് വരെ ആളുകൾ കാത്തിരിക്കും. ആ വാപ്പയോടുള്ള സ്നേഹം കൊണ്ട് ഇവർക്ക് വേറെ മീൻ കിട്ടിയിട്ടൊന്നുമല്ല, ചിലപ്പോൾ ഈ ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണ് മീൻ കിട്ടുക. എന്നാൽ ഈ കുട്ടി വരുന്നതിന് വേണ്ടി ആളുകൾ കാത്തിരിക്കും. അങ്ങനെ ഇവനെ എത്രയോ വർഷങ്ങൾ അവൻ്റെ പെങ്ങന്മാരെയൊക്കെ അവൻ ഇങ്ങനെ നന്നായി സംരക്ഷിക്കുന്നു. പിന്നെ അവൻ ജോലിക്ക് വേണ്ടിയിട്ട് UAE ഇവിടെ വന്ന് ചെറിയൊരു ജോലിയാണ് കേട്ടോ അവൻ ചെയ്യുന്നത്. AC ഉള്ള റൂം എടുക്കാൻ പോലും അവൻ്റെ കയ്യിൽ പൈസ ഇല്ല. എന്നിട്ട് അവൻ പറയാണ്, നനഞ്ഞ ശീലമൊക്കെ ചുറ്റിയിട്ടൊക്കെയാണ് കിടക്കുക. അങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് ആ പെങ്ങന്മാരൊക്കെ അവൻ കെട്ടിച്ച്. ഈ കഥ അവൻ പറഞ്ഞു തരുന്നത് അവൻ്റെ ദുഃഖപൂർണമായ നിമിഷങ്ങളെക്കുറിച്ചും കടന്നു പോകുന്ന വഴികളെക്കുറിച്ചും അവൻ അഭിമാനത്തോടെ പറഞ്ഞ് അവസാനം അവൻ പറഞ്ഞ എന്താണെന്നറിയോ? ഗഫൂർക്ക, ഇപ്പോൾ എനിക്ക് UAE 4 അത്തറ് കടകളുണ്ട്. ഇത്രയും പറഞ്ഞതിന് ശേഷം പിന്നെ ഓനൊരു കാര്യം കൂടി പറഞ്ഞു. പണ്ട് എൻ്റെ കയ്യിൽ നിന്ന് മീൻ വാങ്ങിയ ആൾക്കാരില്ലേ, അവരിപ്പോൾ ചില ആളുകൾ എൻ്റെ കയ്യിലേക്ക് അത്തറ് വാങ്ങാൻ വരാറുണ്ട്. മീൻ്റെ മണമുള്ള കയ്യിൽ നിന്ന് അത്തറ് വിൽക്കുന്ന കയ്യിലേക്ക് വന്ന ആ ചെറുപ്പക്കാരൻ ഇത് പറഞ്ഞിട്ട് ആത്മാഭിമാനത്തോടെ അവൻ്റെ കണ്ണിലേക്ക് നോക്കിയൊരു നോട്ടമുണ്ട്. തോൽക്കാത്തവന്റെ നോട്ടമാണ്, പരാജയപ്പെടാത്തവന്റെ നോട്ടമാണ്, ആർജവമുള്ള ആ കണ്ണുകൾ. ഇതൊക്കെ കാണണോ? ഇവിടെ ഇരിക്കുന്നുണ്ട് എൻ്റെ നൗഫലാണ്. വാ,
ഇവനെ ഞാൻ ഒരു കാലത്തും മറക്കൂല അല്ലേ. നമ്മൾ ഈ പറഞ്ഞ കഥയിൽ ഏതെങ്കിലും ഒരു സ്റ്റോപ്പിലായിരിക്കും ഇപ്പം നമ്മൾ. ഒന്നുകിൽ ആ മീൻ വിൽക്കുന്ന ആളായിരിക്കാം, ആ സൈക്കിൾ ചവിട്ടേണ്ടി വരുന്ന ആളായിരിക്കാം അല്ലേ. വാപ്പ അപകടം പറ്റി വീട്ടിലേക്ക് വന്നത് കാണേണ്ടി വന്ന 3 പെങ്ങന്മാരുള്ള ആങ്ങളെയായിരിക്കാം നമ്മൾ. പക്ഷേ അവിടെ തീരുന്നതിൻ്റെ പേരല്ല ജീവിതമെന്നും വരാനിരിക്കുന്ന ആത്മാഭിമാനത്തിൻ്റെ ഉജ്ജ്വല നിമിഷങ്ങളുടെ പേരാണ് ജീവിതമെന്നും ഒരാളുടെ തിരിച്ചറിവില്ലേ. ആ തിരിച്ചറിവാണ് ശരിക്കും ഒരാളുടെ കരുത്തതാണ്. ജീവിതം ഫുൾ സ്റ്റോപ്പിന്റെ പേരല്ല, സെമി കോളന്റെ പേരാണ്. സെമി കോളൻ ഒറ്റക്കൊരു കവിതയാണ്, ഒറ്റക്കൊരു കവിതയാണ് സെമി കോളൻ. ഫുൾ സ്റ്റോപ്പ് ഒരു രസമില്ലാത്തൊരു കാര്യമാണ്. സെമി കോളൻ ഒറ്റക്കൊരു കവിതയാണ്. ശരിക്കും ദാറ്റ്സ് ലൈഫ്. ഞാനതിന് ടിക്കറ്റ് എടുക്കുന്ന ആളൊന്നല്ലല്ലോ. പക്ഷെ ഒരു സംഭവം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു. നബി ഒരാളെ കുറിച്ച് പറഞ്ഞു സ്വർഗത്ത് പോകുന്ന ഒരാളെ നിങ്ങൾക്ക് കാണണമെന്ന് വെച്ചു സഹാബികളോട്. സ്വർഗത്ത് പോകുന്ന ഒരാളെ കാണണമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമായിരിക്കുമല്ലോ. അപ്പൊ എല്ലാരും പറഞ്ഞു വേണം റസൂലേ. അപ്പോ ഇപ്പം ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരാളിങ്ങനെ വരുന്നുണ്ട്. എങ്ങനെ വരുന്നതെന്ന് അറിയാം? ആ ഹദീസ് പറയുന്നത് ചെരുപ്പ് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് വരുന്ന ഒരാൾ. ഇത്രയും സാധുവായൊരു മനുഷ്യൻ. അതാണ് ഇത് റസൂല് പറഞ്ഞത് 3 സന്ദർഭങ്ങളിലാണ്. ഒരേ ആളെ കുറിച്ച് സ്വർഗത്ത് പോകുന്ന ആളെ കാണണോ ഇപ്പോൾ വരും എന്ന് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്തരായ ആളുകളോട് നബി പറഞ്ഞു. ആ 3 സമയത്തും വന്നത് ഒരേ ആൾ. അപ്പോൾ സഹാബികളെല്ലാം കൂടിയിട്ട് ഇയാൾ എന്തുകൊണ്ടായിരിക്കും സ്വർഗത്ത് പോയത്, ഇദ്ദേഹം സ്വർഗത്ത് പോകാനുള്ള കാരണം എന്തായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരാളെ പറഞ്ഞയച്ചു. എന്തിന്? ഇയാൾ നമ്മളൊന്നും ചെയ്യാത്ത എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവില്ല, അതുകൊണ്ടാണല്ലോ. അതറിയാൻ വേണ്ടി 3 ദിവസം താമസിക്കാം. 3 ദിവസം ചോദിക്കില്ല എന്തിനാ വന്നതെന്നൊന്നും ചോദിക്കില്ല. 4ാമത്തെ ദിവസം വേണമെങ്കിൽ ചോദിക്കാം. അപ്പോഴും ഇദ്ദേഹം ചോദിച്ചില്ല. പക്ഷെ ഈ പോയ ആളില്ലേ, അമ്രെന്നോ മറ്റായിരുന്നു ആ സ്വഹാബിയുടെ പേര്, ഇദ്ദേഹം ആ വീട്ടിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ ഈ സ്വഹാബിയോട് പറഞ്ഞു, അല്ല ഞാൻ ഇവിടെ ശരിക്കും വന്നത് വിരുന്ന് വർക്കാനൊന്നും ആയിരുന്നില്ല, ഇങ്ങനെ റസൂൽ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആരും ചെയ്യാത്ത എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടാവുമല്ലോ, അതറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാനൊന്നും കണ്ടില്ല, എല്ലാവരും ചെയ്യുന്നത് തന്നെ ഞാനും കണ്ടതുള്ളൂ. ഞങ്ങളൊന്നും ചെയ്യാത്ത എന്തെങ്കിലും അധികമായി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. അപ്പം കുറേ ആലോചിച്ചു. ഒന്നുമില്ല പറഞ്ഞിട്ട് ഈ സ്വഹാബി ഇല്ലേ അദ്ദേഹം തിരിച്ചു പോവാണ്. ഒന്നും കിട്ടിയില്ല. പക്ഷെ തിരിച്ചു പോകുന്ന ആൾ അദ്ദേഹം തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഒരു സംഭവമുണ്ട്, അതാണോ റസൂൽ ഉദ്ദേശിച്ചതെന്നൊന്നും എനിക്കറിയില്ല, ഒരു സംഭവമുണ്ട്. അതെന്താണെന്നറിയോ? ഒരാളെ കുറിച്ച് എൻ്റെ മനസ്സിൽ ദുഷിച്ച വിചാരങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതൊരു മറുപടിയാണ്. 5 പൈസയുടെ ചെലവില്ലാത്തൊരു കാര്യമാണ് അല്ലേ? അതല്ല നിങ്ങൾ പറഞ്ഞ 5 പൈസയുടെ ചെലവ്.